സമയം നിശ്ചലമാകും. അവൾ കോപിക്കുമ്പോൾ ലോകം വിറയ്ക്കും. അധർമ്മം ഭൂമിയെ കീഴടക്കിയപ്പോൾ ദേവന്മാരുടെ ശക്തി ക്ഷയിച്ചു. അസുരന്മാരുടെ അഹങ്കാരം ആകാശത്തെ തൊട്ടു. ആരും തടയാനാവാത്തൊരു ശക്തി ലോകത്തെ ഇരുളിലേക്ക് തള്ളിവിട്ടു. ദേവന്മാർ ഭീതിയിൽ വിറച്ചു. അവരുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ അവസാന പ്രകാശം മാത്രം ശേഷിച്ചു. അപ്പോൾ അവർ ഓർമ്മിച്ചു ഒരു ശക്തിയെ. മാതാവിൻ്റെ ഹൃദയം വേദനിച്ചു. നിരപരാധികളുടെ നിലവിളി അവളുടെ ആത്മാവിനെ കത്തിച്ചു. ആ വേദന കോപമായി മാറി. ആ കോപം പ്രളയമായി ഉയർന്നു. അവളുടെ കണ്ണുകളിൽ തീ പടർന്നു. അവളുടെ ശ്വാസം കൊടുങ്കാറ്റായി. അവളുടെ ശരീരത്തിൽ നിന്നുയർന്ന ദിവ്യശക്തി ലോകത്തെ കുലുക്കി. അവൾ ഇനി പാർവതിയല്ല, അവൾ മഹാകാളി. അസുരരാജാവ് മുന്നോട്ടു പാഞ്ഞു. അവന്റെ അഹങ്കാരം ഇപ്പോഴും തകർന്നില്ല. പക്ഷേ അവൾ ഒരടിയോടെ അവന്റെ അധർമ്മം ചാമ്പലാക്കി. രക്തം ചിതറിപ്പറന്നു. യുദ്ധഭൂമി നിശബ്ദമായി. എന്നാൽ അവളുടെ കോപം ഇപ്പോഴും അവസാനിച്ചില്ല. പ്രളയം തുടരുകയായിരുന്നു. ഭൂമി വിറച്ചു. ദേവന്മാർ വീണ്ടും ഭയപ്പെട്ടു. അപ്പോൾ ശിവൻ മുന്നോട്ട് വന്നു. ശാന്തിയുടെ രൂപമായി അവളുടെ മുന്നിൽ കിടന്നു. അവൾ അവനെ കാൽ വെച്ചു. അവളുടെ കണ്ണുകളിൽ തിരിച്ചറിവ് തെളിഞ്ഞു. കോപം ശമിച്ചു. ശ്വാസം മന്ദമായി. അധർമ്മം ഉയരുമ്പോൾ അവൾ ഉണരും. അവൾ മഹാകാളി. ജയ് മഹാകാളി, ജയ് മഹാകാളി, ജയ് മഹാകാളി.